എന്താ പേര്? എൻ്റെ ഒരു തമ്പിന്ന് മഹേഷ്. മഹേഷ്. ഒരു ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞ ഒരു സ്ലൈസ് ഓഫ് കേക്ക് ഫ്രീ. ചോദിച്ചു. തേന്മാവിൻ കൊമ്പത്ത് സിനിമ കണ്ടിട്ടുണ്ട് മോഹൻലാലിന്റെ. അതിനകത്ത് പപ്പുചേട്ടൻ്റെ ഒരു ഫേമസ് ആയിട്ട് ഒരു ഡയലോഗ് ഉണ്ട്, താനാരാണ്. ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കണോ താൻ ആരാണെന്ന്. ഒന്നുകൂടെ ഒരു ലൈവ് കൂടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താന്ന് അറിയില്ല. ഇത് ആദ്യത്തെ സംഭവം. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കണോ താൻ ആരാണെന്ന്. തനിക്കറിയില്ലെങ്കിൽ തനിക്കറിയില്ലെങ്കിൽ താൻ ആരാണെന്ന് താൻ എന്നോട് ചോദിക്കും താൻ ആരാണെന്ന് ഞാൻ പറയാറ്. നല്ല പാട്ടാണല്ലോ. ആദ്യത്തെ ലൈന് കറക്റ്റാ. ഒന്ന് ആലോചിച്ച് കിട്ടും, പറഞ്ഞില്ലേ എന്താലോചിച്ച് കിട്ടും. എളുപ്പമുള്ള അത് എളുപ്പത്തിൽ ഒരു കാര്യം ചെയ്യുക. ചോദ്യമല്ല, നിങ്ങൾക്ക് തമാശ പറയാൻ പറ്റും, വല്ല കോമഡി കഥകളോ? എന്ത് കോമഡി പറയാനായിട്ടാണ്? ഇവിടെ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ. ഇവിടെ നടക്കണ സജിനെ കുറിച്ച് പറയാനുള്ളു. അത് ആ സജി ചേട്ടനെ കുറിച്ചിട്ട് ഒരു കഥ പറഞ്ഞ, നല്ലൊരു കഥ പറഞ്ഞ അവിടെ തമാശ. ഞാൻ കേട്ടെ സജി ചേട്ടൻ എന്താ കഥ എന്നുള്ളത്. നമ്മുടെ അയൽവക്കത്തെ ഒരു ഇത്തിരി കവിയും ഇതൊക്കെയാണ്. പുള്ളി ഒരു പെറ്റീഷൻ എഴുതി ഒരാൾക്ക് വേണ്ടി. അത് എസ്ഐയുടെ അടുത്ത് കൊടുത്ത് എസ്ഐ വായിച്ച് ഈ പുള്ളിന്റെ തല്ലിയൊക്കെയാണ് പെറ്റീഷൻ എഴുതിയ ആളാ. ഈ പുള്ളി ഇതേക്കണെന്ന് വെച്ച് കഴിഞ്ഞാ എന്താണ് മറന്നുപോയല്ല, ഒരു തീറ് വിറ്റാണത്. അതിന്റെ ക്ലൈമാക്സ് കണ്ടന്റ് മറന്നു. എന്റെ വീടിന്റെ അടുത്തൊരു പെണ്ണിന്റെ തലയിൽ തേങ്ങ വീണു. അവളെല്ലാം മറന്നുപോയി, സ്വന്തം കാമുകനെ പോലും. പിന്നെ ഇത് തല്ലിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? കൽപ്പകവൃക്ഷത്തിന്റെ ശിഖരം കൊണ്ട് തല്ലി, തല്ലുകയും തലോടുകയും ചെയ്തെന്ന് എഴുതി കൊടുത്തേക്കുന്നു. കൽപ്പകവൃക്ഷത്തിന്റെ ശിഖരം അതെന്താന്ന് നിങ്ങൾ ആലോചിച്ചിട്ട്. കൽപ്പകവൃക്ഷത്തിന്റെ ശിഖരം കവളമടലോട്ട് തല്ലിയതാണ്. തല്ലിയേക്കണ കവളമടല് പെറ്റീഷൻ എഴുതി വന്നപ്പോ ഈർക്കിലായി. മനസ്സിലായോ? നല്ലൊരു സാധനമായിരുന്നു, നല്ല അടിപൊളി കഥയായിരുന്നു. ഇത് ഈ പുള്ളിയാണോ? സജി പുള്ളിയാണോ? ആ പുള്ളി ആളുപടിയില്ല, പക്ഷെ ഇവിടെ ഉള്ള ആളാണ് കേട്ടോ. ഞാൻ കവിയാണ്, താടിയൊക്കെ വെച്ചേക്കണോ. സഹിച്ചേട്ടോ മനസ്സിലായി, എന്തിനാ വിളിക്കുന്നത് മനസ്സിലായി. അവ നല്ലൊരു തമാശ കഥയായിരുന്നു. അപ്പൊ ചേട്ടന് കേക്ക് ക്രിസ് നൽകുന്ന ഒരു ഫലൂദ ഫ്രീ ആണ്. എന്ത് ചെയ്യുക? അവർക്ക് നാണായതുണ്ടോ? മാറി ചെറുതായിട്ട് നാണം. ഇവിടെ തന്നെയാണ് നാട്? അല്ല, ഇരിങ്ങാലക്കുട. തൃശ്ശൂരാണ്. കാസർഗോഡ്. കാസർഗോഡ്. ഇന്ത്യ കഥ എന്ത് സുഖല്ലേ? ഞാൻ ടൗണിലെന്നെ. ടൗണിലെന്നെ. സുഖം. ഇത് വരുന്നത് ഫർഹാൻ. എവിടെയാ? എറണാകുളം. കാസർഗോഡ് പുള്ളിയോ? അല്ലല്ല, കാസർഗോഡ് ടൗണിലെന്നെ. കാസർഗോഡ് അറിയോ? ആ കാസർഗോഡ് അങ്ങനെ നമ്മളെ കാസർഗോഡായിരുന്നു. നമ്മള് കാസർഗോഡ് പറഞ്ഞ ഇപ്പൊക്കെ തിരിയില്ല. കൊട്ടിപ്പുറത്തേക്ക് കയറിയിട്ട് കുച്ചിപ്പുറത്തേക്ക് കഴിഞ്ഞിട്ട് ജാറിയിട്ട് പോണ്. എന്ത് പറഞ്ഞ കൊട്ടിപ്പുറത്ത് വന്നിട്ട് കൊട്ടിപ്പുറത്ത് വന്നിട്ട് നേരെ പോയിട്ട് ലെഫ്റ്റ് കൊട്ടിപ്പുറത്തെ, അതായത് നമ്മളെ വീടിന്റെ കേറുന്ന വശത്ത് കൂടിയിട്ട് കേറിയിട്ട് കുച്ചിപ്പുറത്തെ, അതായത് കിച്ചൺ സൈഡിലൂടെ ഇറങ്ങിയിട്ട് ജാറിയിട്ട് പോണ്. വൈദ്യുതി വീണു. അങ്ങനൊക്കെ ഉണ്ട്. പാമ്പാച്ചി പിടിച്ചിട്ടുണ്ട്. അതെ. തൃശ്ശൂർ ഒരു പ്രത്യേകത കേട്ടിട്ടുണ്ട്. നിങ്ങള് എന്തിട്ട് തേങ്ങയാന്നൊക്കെ പറയും അല്ലേ? അധികം നിങ്ങൾ ഉപയോഗിക്കണ വാക്ക് എന്തിട്ട് തേങ്ങ, എന്തിട്ട് തേങ്ങയാന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇവരെ തേങ്ങയുടെ ഒരു ആവശ്യത്തിന് വന്നാൽ ആ നാളികേരം ഇങ്ങനെ എടുത്തു ഇല്ലേ? അതെന്താന്ന് ഇപ്പോഴും അവർ കണ്ടുപിടിച്ചിട്ടില്ല. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? തേന്മാവിൻ കൊമ്പത്ത് സിനിമ മോഹൻലാല് ശോഭന പാട്ട്. അതിനകത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗാണ് പപ്പു ചേട്ടൻ പറയുന്നത്. ആ ഡയലോഗ് സടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്ലൈസ് ഓഫ് കേക്ക് അത് കിട്ടും. താനാരാന്ന് തനിക്കറിയില്ല, താൻ എന്നോട് ചോദിക്കുക താനാരാ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം ഞാനാരാന്ന്. പോട്ടെ, അത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടെന്താ? വരും ഞാനാരാന്ന് തനിക്കറിയുക, താൻ എന്നോട് ചോദിക്കുക ഞാനാരാന്ന്.
എനിക്കറിയില്ലേ ഞാനാരാന്ന് എനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും ഞാനാരാ. അപ്പൊ ഞാൻ പറയാൻ താൻ ആരാന്ന് ഞാൻ അപ്പോൾ ഒറ്റയടിക്ക് ഫർഹാനെങ്കിൽ താനാര ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഫർഹാൻ കേക്കിൽ നൽകുന്ന ഒരു സ്ലൈസ് ഓഫ് കേക്ക്.